അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ മുത്തുമുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് വിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിലാണ്. റജബ് മാസം നമ്മോട് സലാം പറഞ്ഞു പോവാൻ നിൽക്കുകയാണ്. വിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ മാസം നമ്മളിലേക്ക് സമാഗതമായി കൊണ്ടിരിക്കുകയാണ്. ഈ വിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിലും ഇനി വരാൻ പോകുന്ന ശഅബാൻ മാസത്തിലും അമാലുകൾ ചെയ്ത് വിശുദ്ധമായ റമളാനിനെ നമ്മൾ വരവേൽക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമാക്കപ്പെട്ട റജബ് മാസം വരുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറയും, സഹാബ, അരയും തലയും മുറുക്കി നിങ്ങൾ ഇബാദത്തിൽ ഒരുങ്ങാ, അരയും തലയും മുറുക്കി നിങ്ങൾ ഇബാദത്തിൽ ഒരുങ്ങണേ, അരയും തലയും മുറുക്കി നിങ്ങൾ ഇബാദത്തിൽ ഒരുങ്ങണേ എന്ന് സഹാബത്തിനോട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും. അത് പറയുന്നത് എന്തുകൊണ്ടാണ്, എന്തിനു വേണ്ടിയാണ്? വിശുദ്ധമായ റമളാനിനെ നമ്മൾ വരവേൽക്കാൻ വേണ്ടിയാണ്. വിശുദ്ധമായ റമളാൻ മാസത്തിൽ അമാലുകൾ ചെയ്ത് നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ധന്യമാക്കണം. വിശുദ്ധമായ റമളാൻ മാസം വരുമ്പോൾ ഈ വിശുദ്ധമാക്കപ്പെട്ട റജബിനെല്ലാവരും വരവേൽക്കും. എല്ലാവരും റജബിനെ വരവേൽക്കും. ശഅബാനിനെ അതങ്ങ് റജബിനെ വരവേറ്റല്ലോ, പിന്നെ അങ്ങനെ മടിച്ചങ്ങ് പോകും. പിന്നെ റമളാൻ വരുമ്പോൾ എല്ലാം ഒന്ന് കെട്ടിയൊരുങ്ങി എല്ലാ തൊപ്പിയൊക്കെ പൊടി തട്ടിയെടുത്ത് മുസാഫൊക്കെ ഒന്ന് റാക്കിൽ നിന്നൊക്കെ ഒന്ന് എടുത്ത് മുസാഫൊക്കെ ഒന്ന് റാക്കിൽ നിന്ന് എടുത്ത് ഒന്ന് ഓതാനൊക്കെ ഒന്ന് തുടങ്ങും. അതല്ല വേണ്ടത്. വിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിലും വിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ മാസത്തിലും അമാലുകൾ ചെയ്ത് ധന്യമാക്കണം. വിശുദ്ധമാക്കപ്പെട്ട റമളാനിനെ നമ്മൾ വരവേൽക്കണം. ഈ റജബ് മാസം എന്ന് വെച്ചാൽ അത് കൃഷി ചെയ്യുന്ന മാസമാണ്. ഞാൻ റജബിൻ്റെ പവിത്രതകൾ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, അത് കൃഷി ചെയ്യുന്ന മാസമാണ്. നമ്മളൊക്കെ കൃഷിക്കാരാണ്. കൃഷി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റജബിനെ അത് വിത്തിട്ട് കൃഷി ചെയ്ത് ശഅബാനിനെ വെള്ളമൊഴിക്കുന്ന മാസമാണ്. ആ കൃഷിയെ നനക്കുന്ന മാസമാണ് വിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ മാസം. നമ്മൾ നന കൊടുക്കണം. വിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ മാസത്തിനെ പറ്റി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, റജബുൻ ഷഹറുല്ലാഹ്, ശഅബാനു ഷഹ്രി, റമളാനു ഷഹ്റു ഉമ്മത്തി. റജബുൻ ഷഹറുല്ലാഹ്, അത് അള്ളാഹുവിൻ്റെ മാസമാണ്. ആ മാസത്തിലാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. ആ മാസമാണ് നമ്മോട് സലാം ചൊല്ലി പോകുന്നത്. നമ്മൾ ഓരോരുത്തരും മനസ്സിൽ കൊണ്ട് ചിന്തിക്കുക, ഈ മാസത്തിൽ ഞാൻ എന്തെല്ലാമാണ് ചെയ്തത്. നമ്മൾ ഓരോ മജ്ലിസിൽ റജബ് മാസത്തിലെ ഓരോ ദിക്റുകൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ചൊല്ലിയിരുന്നു. വിശുദ്ധമാക്കപ്പെട്ട മിഅ്റാജ് രാവിലെ നമ്മൾ വരവേറ്റ് അന്ന് ദിക്റുകൾ സ്വലാത്തുകൾ നമ്മൾ ദുആ ചെയ്ത് ഓരോ മാസത്തിൽ ഇൻഷാ അല്ലാഹ് ഓരോ ദിവസത്തിലും ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യണം. പടച്ച റബ്ബിലേക്ക് ഇരുകരങ്ങൾ ഉയർത്തി നമ്മൾ ഓരോ മുറാദുകൾ പടച്ചവനോട് നമ്മൾ പറയണം. അതിന് നമ്മൾ ഓരോ മാസത്തിലെ ദിക്റുകൾ ചൊല്ലി ഇൻഷാ അല്ലാഹ് പടച്ച റബ്ബിലേക്ക് തേടുക. ഇരുകരങ്ങൾ ഉയർത്തി പടച്ചവനോട് ചോദിക്കുക. പടച്ചവൻ ഉത്തരം നൽകും. അല്ലാഹു ഉത്തരം നൽകുമാറാകട്ടെ. ശഅബാനു ഷഹ്രി എന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ശഅബാനു ഷഹ്രി, ശഅബാൻ എൻ്റെ മാസമാണ്. ഈ വിശുദ്ധമാക്കപ്പെട്ട ശഅബാനിനെ 7 പ്രത്യേകതകൾ ഇൻഷാ അല്ലാഹ് അടുത്ത മജ്ലിസിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ പറയും. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, ഞാനിപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇനി നമ്മളിലേക്ക് കടന്നു വരാനുള്ളത് ശഅബാൻ മാസമാണ്. ശഅബാൻ മാസമാണ് ഇൻഷാ അല്ലാഹ് അടുത്ത മജ്ലിസിൽ ഇൻഷാ അല്ലാഹ് ശഅബാനിൻ്റെ പ്രത്യേകതകൾ ഇൻഷാ അല്ലാഹ് ശഅബാൻ മാസത്തിൽ ചെല്ലേണ്ട ദിക്റുകൾ ഇൻഷാ അല്ലാഹ് ചൊല്ലി നമുക്ക് സ്വലാത്തുകൾ ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് ഒരു അമലാണ് പറയാൻ പോകുന്നത്. ഒരേ ഒരു അമൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അമലുകൾ ചെയ്യണം. നമ്മൾ ഓരോ അമലുകൾ ചെയ്യണം. ധാരാളം ആളുകൾ ചോദിച്ചൊരു ചോദ്യമാണ്, തങ്ങളെ ഊരവേദനയാണ്. ഞാൻ എപ്പോഴും ദുആ ചെയ്യുന്നതും അതുമാണ്. തങ്ങളെ ഊരവേദനയാണ്, കാൽമുട്ട് വേദനയാണ്, കാലുവേദനയാണ്, യൂറിക് ആസിഡ് വന്ന് കെണുപ്പുകളിൽ വേദനയാണ്, കൈമുട്ട് വേദനയാണ്, കൈ വേദനയാണ്, തലവേദനയാണ്, പുറം വേദനയാണ്,
നെഞ്ച് വേദനയാണ്. അങ്ങനെ വേദനകൾ പലതരം ശാരീരികമായ വേദനകൾ ധാരാളമുണ്ട്. ധാരാളം ആളുകൾ ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തതും തങ്ങളെ ശാരീരികമായി ബുദ്ധിമുട്ടുന്നു. എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്, എന്ത് ദിക്റാണ് ഞങ്ങൾ ചെല്ലേണ്ടത് എന്ന് ചോദിക്കുന്നവരോട് നിങ്ങൾ ചെയ്യേണ്ടത് 3 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് 3 പ്രാവശ്യം ചൊല്ലി ഇൻഷാ അല്ലാഹ് ഈ ദിക്ർ നിങ്ങൾ ചൊല്ലുക. ഇൻഷാ അല്ലാഹ് ഈ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിർ ഇന്ന ഇൻഷാ അല്ലാഹ് ഈ ദിക്ർ നിങ്ങൾ ഇൻഷാ അല്ലാഹ് ചൊല്ലുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്നിട്ട് കയ്യിൽ ഊതിയിട്ട് ശരീരത്തിൽ ഏത് ഭാഗത്താണോ നിങ്ങൾക്ക് പ്രയാസം വേദന അനുഭവപ്പെടുന്നത് ആ ഭാഗത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 3 പ്രാവശ്യം തടവുക. ഇൻഷാ അല്ലാഹ് എല്ലാ വേദനകളും എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹുവേ നീ മാറ്റിത്തരണേ തമ്പുരാനെ, നീ മാറ്റിത്തരണേ തമ്പുരാനെ. ഇതാണ് വേദനകൾ. ഏത് ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് വേദന ഉണ്ടായിക്കോട്ടെ, നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഈ ദിക്ർ ചൊല്ലി ഇൻഷാ അല്ലാഹ് തൈലം കൊണ്ട് തടവുന്നവരാണെങ്കിൽ ഈ ദിക്ർ ചൊല്ലി ഇൻഷാ അല്ലാഹ് തടവുക. എല്ലാ പ്രയാസങ്ങളും മാറും, എല്ലാ ബുദ്ധിമുട്ടുകളും മാറും, എല്ലാ വല്ലായ്മകളും പോരായ്മകളും. അല്ലാഹുവേ പടച്ചോനെ, ഞങ്ങൾക്ക് ഇബാദത്തിൻ്റെ തടസ്സമുള്ള രോഗങ്ങളല്ല ഞങ്ങൾക്ക് നൽകല്ല അല്ലാഹ്. കാലുമുട്ട് വേദന, കൈമുട്ട് വേദന, പ്രയാസങ്ങൾ, യൂറിക് ആസിഡ് വന്നുകൊണ്ട് കെണുപ്പുകളിൽ സഞ്ചാരമുള്ളവർ, അല്ലാഹുവേ എല്ലതും ഈ ദിക്ർ കൊണ്ട്, ഈ ദിക്റിൻ്റെ ഹഖ് ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ നീ മാറ്റി കൊടുക്കണേ. നീ മാറ്റി കൊടുക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് വിശുദ്ധമാക്കപ്പെട്ട റജബ് മാസം നമ്മോട് സലാം ചൊല്ലിപ്പോവുകയാണ്. അവസാനമായിട്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് ഇൻഷാ അല്ലാഹ് മാസം കാണും, അല്ലെങ്കിൽ നാളെ ഇൻഷാ അല്ലാഹ് മാസം കാണും. 30 പൂർത്തിയാകിയിട്ടാണെങ്കിൽ ഇൻഷാ അല്ലാഹ് 29 റജബ് 29 പൂർത്തിയാവുന്നതെങ്കിൽ ഞായറാഴ്ച ഇൻഷാ അല്ലാഹ് ശഅബാൻ 1. 30 പൂർത്തിയാക്കി ഇൻഷാ അല്ലാഹ് തിങ്കളാഴ്ചയാണ്. 30 പൂർത്തിയാക്കുകയാണെങ്കിൽ തിങ്കളാഴ്ചയാണ് ഷഅബാനിനെ വരവേൽക്കാനും. അതല്ലേ ഹദീസിൽ വന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തത്, അല്ലാഹുമ്മ ബാരിക് ലനാ റജബ വശഅബാൻ വബല്ലിഅനാ ശഹ്റ റമളാൻ വഫിഖ്നാ ഫീ ഹലിസ് സിയാമി വൽ ഖിയാമി വതിലാവത്തിൽ ഖുർആൻ. ഇൻഷാ അല്ലാഹ് വിശുദ്ധമാക്കപ്പെട്ട ഷഅബാൻ റജബിൽ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. ഷഅബാനിൽ ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. റമളാനിനെ ഞങ്ങളിലേക്ക് നീ എത്തിക്കണേ നീ എത്തിക്കണേ തമ്പുരാനെ. എല്ലാവരുടെയും ദുആ ആയിരിക്കണം. ഇനിയിപ്പോൾ ഷഅബാൻ വന്നല്ലോ, പിന്നെ ഇനി തങ്ങളെ റജബ് ദുആ ചെയ്യണോ എന്ന് ചോദിച്ച ആളുകളുണ്ട്. ദുആ ചെയ്യണം. അതായത് ഹദീസിൽ വന്ന കാമിലായ ദുആ ഇത് തന്നെയാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ റജബ വശഅബാൻ വബല്ലിഅനാ ശഹ്റ റമളാൻ എന്ന ദുആ ആണ് ഹദീസിൽ കാമിലായി വന്ന ദുആ. അതുകൊണ്ട് അത് തന്നെയാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്. അതുകൊണ്ട് റജബിനെ മാറ്റി നിർത്തണ്ട, റജബിലേക്കും ചേർത്തിട്ട് ശഅബാനിൽ നമ്മൾക്ക് ദുആ ചെയ്യണം. എല്ലാ നിസ്കാരങ്ങളിലും നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രയാസമുള്ളവർ, വേദന കൊണ്ട് സഹിക്കുന്നവർ, വേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ ഇൻഷാ അല്ലാഹ് ഈ അമൽ ചെയ്യുക, ഈ അമൽ സ്വീകരിക്കുക. ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസ് എന്നാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഈ സയ്യിദിയ മജ്ലിസ് എന്നാണ് നമ്മൾ പറയുന്നത്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. എല്ലാ കാലുമുട്ട് വേദനകൾ, പ്രയാസങ്ങൾ അല്ലാഹുവേ ഈ ദിക്ർ കൊണ്ട് അല്ലാഹുവേ നീ മാറ്റി കൊടുക്കണേ തമ്പുരാനെ, നീ മാറ്റി കൊടുക്കണേ തമ്പുരാനെ. ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത് ദിക്റിലേക്ക് കടക്കുകയാണ്. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലുന്ന ദിക്റുകൾ അല്ലാഹു നീ സ്വീകരിക്കണേ തമ്പുരാനെ. ധാരാളം ദിക്റുകൾ മിഅ്റാജ് രാവിലും റജബിലും ഞങ്ങൾ ധാരാളം ദിക്റുകൾ ചെയ്തു തമ്പുരാനെ, ചൊല്ലി തമ്പുരാനെ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹു അതിൽ നിന്ന് തെറ്റുകളെല്ലാം പുറത്ത് അല്ലാഹുവേ ഞങ്ങൾ സ്വീകരിക്കണേ അല്ലാഹ്. ധാരാളം ആളുകൾ നമ്മൾ മജ്ലിസിൽ പങ്കെടുക്കുന്ന ആളുകളുണ്ട്. ഓരോ ആളുകൾ പുതുതായിട്ട് മജ്ലിസ് അറിഞ്ഞ് വരുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ നീ സലാമത്ത് കൊടുക്കണേ അല്ലാഹു അവർക്ക് നീ രക്ഷ കൊടുക്കണേ തമ്പുരാനെ. അവരെ പ്രയാസങ്ങൾ അല്ലാഹുവേ നീ അകറ്റി കൊടുക്കണേ അവരെയും അവരെ കുടുംബത്തെയും അല്ലാഹുവേ നീ കാത്തു രക്ഷിക്കണേ നീ
നീ കാത്ത് രക്ഷിക്കണേ തമ്പുരാനെ. ധാരാളം ആളുകൾ ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ ദിക്ർ ചൊല്ലി സ്വലാത്ത് ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരുടെയും എല്ലാ ആളുകളും ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാ ആളുകളും ഞാൻ ഓരോ ദിവസം കമന്റ് ബോക്സ് എടുത്ത് വായിക്കാറുണ്ട്. എല്ലാവരുടെയും ആരൊക്കെയാണോ കമന്റിൽ ദുആ വസിയത്ത് ചെയ്തത്, പ്രയാസങ്ങൾ പറഞ്ഞ് എല്ലാവരുടെയും പ്രയാസങ്ങളും ദുആ വസിയത്തും ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി തങ്ങൾ ഞാൻ കമന്റ് ചെയ്തു. തങ്ങൾ പറഞ്ഞില്ലല്ലോ, ധാരാളം കമന്റുകളുണ്ട്. ഓരോന്നിടത്ത് വായിക്കുമ്പോൾ സമയം കൂടി പോവുകയാണ്. അതുകൊണ്ടാണ് കമന്റ് ഓരോന്നും വായിക്കാത്തത്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. എല്ലാ കമന്റുകളും ഞാൻ വായിക്കാറുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ഞാൻ വായിക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് ഓരോരുത്തരുടെയും മുറാദുകൾ അല്ലാഹു നീ ഹാസിനാക്കി കൊടുക്കണേ. അല്ലാഹ് നീ ഹാസിനാക്കി കൊടുക്കണേ തമ്പുരാനെ. ധാരാളം ആളുകൾ ദുആ വസിയത്തുകൾ പറഞ്ഞ ആളുകളുണ്ട്. അല്ലാഹുവേ അവരുടെ സകലമായ ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കി കൊടുക്കണേ. അല്ലാഹ് നീ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ. ധാരാളം ആളുകൾ ഓരോ കാര്യം പറയുമ്പോൾ ദീന് പറയുന്ന മജ്ലിസിലേക്ക് തങ്ങളെ ഞാൻ എൻ്റെ വക ഇത്രയും സംഭാവന, ധാരാളം ആളുകൾ സംഭാവനകൾ ചെയ്ത ആളുകളുണ്ട് നമ്മളെ മജ്ലിസിലേക്ക്. ഇൻഷാ അല്ലാഹ് ദീന് പറയുന്ന മജ്ലിസാണ്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ വാർഷികങ്ങളൊക്കെ വരുമ്പോൾ അതിലേക്ക് കെടുക്കാനുള്ള സംഖ്യയാണ്. ഇതിൻ്റെ കെട്ടിടങ്ങളിലെ പണി അതിൻ്റെയൊക്കെ വേണ്ടിയാണ് ഇൻഷാ അല്ലാഹ് ഒരു കെട്ടിടം പൂർത്തിയാക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ധാരാളം ആളുകൾ അതിലേക്ക് സഹായിച്ച ആളുകളുണ്ട്. ഇനിയും ആളുകൾക്ക് സഹായിക്കാം. ഇൻഷാ അല്ലാഹ് ഈ നമ്പറിൽ വിളിച്ച് ഇൻഷാ അല്ലാഹ് കോൺടാക്ട് ചെയ്താൽ മതി. അതിന് താല്പര്യമുള്ള ആളുകൾ, ഞാൻ എല്ലാവരെയും നിർബന്ധിക്കുന്നില്ല, അതിന് താല്പര്യമുള്ള ആളുകൾ ഇൻഷാ അല്ലാഹ് ഈ കമന്റിൽ ഈ നമ്പറിൽ ഇൻഷാ അല്ലാഹ് വിളിച്ചറിയിച്ചാൽ മതി. അതിൻ്റെ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു തരും. എങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇൻഷാ അല്ലാഹ്, എന്താണ് നിങ്ങൾ ചെയ്യേണ്ട സംഭാവന ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു തരും. ഇൻഷാ അല്ലാഹ് അതിന് താല്പര്യമുള്ള ആളുകൾ, നമ്മൾ മജ്ലിസിന് വേണ്ടി ഒരു കെട്ടിടം നിർമ്മിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വീടിന് അടുത്ത് തന്നെയാണ്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് സംഭാവന ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ആരെയും ഞാൻ നിർബന്ധിക്കുന്നില്ല. താല്പര്യമുള്ള ആളുകൾ ദീന് പറയുന്ന സ്വലാത്ത് ചൊല്ലുന്ന ദിക്റുകൾ ചൊല്ലുന്ന മജ്ലിസാണ്. അതിൻ്റെ ഒരു മിഥില് സവാബ് നമ്മൾക്കും കിട്ടും, നമ്മളിന്ന് മരണപ്പെട്ടു പോയവർക്കും കിട്ടും. നമ്മളെ കുടുംബവും ഇത്ര പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്, അവർക്കൊക്കെ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ഒരു മിഥില് സവാബ് അവരുടെ കുടുംബത്തിനും എല്ലാവർക്കും അതിലേക്ക് സഹായിച്ച എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് അവിടുന്ന് ദുആ ചെയ്യും. അതിൻ്റെ ഒരു മിഥില് സവാബ് അവർക്കും അവരെ കുടുംബത്തിനും എല്ലാം എത്തും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, ദീനിനെ സഹായിച്ചവർക്കുള്ള ഗുണങ്ങൾ ഇൻഷാ അല്ലാഹ് ഞാൻ പറയുന്നില്ല, അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ഞാനിപ്പോൾ ഒരു സന്ദർഭം ഉണ്ടായത് കൊണ്ട് മാത്രം പറഞ്ഞു എന്നുള്ളൂ. ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ള ആളുകൾക്ക് വിളിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ധാരാളം ആളുകൾ ഇത് പറഞ്ഞു പോയേക്കും. സന്തോഷത്തോടെ ഏറ്റെടുത്ത എൻ്റെ ധാരാളം നമ്മളെ മജ്ലിസിനെ സ്നേഹിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അല്ലാഹുവേ അവരെ കുഴക്കല്ല അല്ലാഹ്, അവർക്ക് നീ ബുദ്ധിമുട്ട് കൊടുക്കല്ല തമ്പുരാനെ, അവർക്ക് നീ മുസീബത്തുകൾ കൊടുക്കല്ല അല്ലാഹ്, അവർക്ക് നീ ഇടങ്ങേറുകൾ കൊടുക്കല്ല തമ്പുരാനെ, അവർക്ക് ബലാകൾ കൊടുക്കല്ല കൊടുക്കല്ല തമ്പുരാനെ. ധാരാളം സ്ഥലങ്ങളിൽ നിന്ന് എറണാകുളത്തുനിന്നും മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും സഹായിച്ച ആളുകളുണ്ട്. അല്ലാഹുവേ നീ അവരെ സഹായിക്കണേ അല്ലാഹ്, നീ അവരെ സംരക്ഷിക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് നമുക്ക് എന്നും നമ്മൾ ചൊല്ലാറുള്ള റജബ് മാസത്തിലെ ദിക്ർ ഇൻഷാ അല്ലാഹ് നമുക്ക് ചൊല്ലാം. എല്ലാവരും ഏറ്റു ചൊല്ലുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സുബ്ഹാനല്ലാഹി റഊഫ് 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 സുബ്ഹാനല്ലാഹി
റഊഫ് സുബ്ഹാനല്ലാഹി റഊഫ് സുബ്ഹാനല്ലാഹി റഊഫ് സുബ്ഹാനല്ലാഹി റഊഫ് സുബ്ഹാനല്ലാഹി റഊഫ് സുബ്ഹാനല്ലാഹി റഊഫ് സുബ്ഹാനല്ലാഹി റഊഫ് സുബ്ഹാനല്ലാഹി റഊഫ് സുബ്ഹാനല്ലാഹി റഊഫ് സുബ്ഹാനല്ലാഹി റഊഫ് സുബ്ഹാനല്ലാഹി റഊഫ് സുബ്ഹാനല്ലാഹി റഊഫ് സുബ്ഹാനല്ലാഹി റഊഫ് സുബ്ഹാനല്ലാഹി റഊഫ് സുബ്ഹാനല്ലാഹി റഊഫ് സുബ്ഹാനല്ലാഹി റഊഫ് സുബ്ഹാനല്ലാഹി റഊഫ് സുബ്ഹാനല്ലാഹി റഊഫ് സുബ്ഹാനല്ലാഹി റഊഫ് സുബ്ഹാനല്ലാഹി റഊഫ് സുബ്ഹാനല്ലാഹി റഊഫ് സുബ്ഹാനല്ലാഹി റഊഫ് സുബ്ഹാനല്ലാഹി റഊഫ് സുബ്ഹാനല്ലാഹി റഊഫ് സുബ്ഹാനല്ലാഹി റഊഫ് സുബ്ഹാനല്ലാഹി റഊഫ് സുബ്ഹാനല്ലാഹി റഊഫ് സുബ്ഹാനല്ലാഹി റഊഫ് سبحان الله رؤوف 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 നമ്മൾ ചൊല്ലിയ ദിക്റിനെ അല്ലാഹ് നീ സ്വീകരിക്കണേ തമ്പുരാനെ. അതിൻ്റെ ഹക്ക് ജാവ് ബർക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങളെ കടങ്ങൾ നീ വീട്ടി തരണേ തമ്പുരാനെ. അല്ലാഹുവേ മനസ്സമാധാനം ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളെ സമ്പത്തിൽ നീ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. ഞങ്ങളെ സമ്പത്തിൽ നീ അഭിവൃദ്ധി നൽകണേ തമ്പുരാനെ. ബിസിനസ്സിൽ നീ ഖൈർ നൽകണേ തമ്പുരാനെ. ഭർത്താവിൻ്റെ ജോലിയിൽ നീ ഖൈർ നൽകണേ തമ്പുരാനെ. മകൻ്റെ ജോലിയിൽ നീ ഖൈർ നൽകണേ തമ്പുരാനെ. ഞങ്ങൾ ചൊല്ലിയ ദിക്റിൻ്റെ ഹക്ക് ബർക്കത്തുണ്ട് അല്ലാഹുവേ. കുടുംബങ്ങളിൽ സന്തോഷം നൽകണേ അല്ലാഹ്. കുടുംബങ്ങളിൽ സന്തോഷം നൽകണേ തമ്പുരാനെ. കച്ചവടത്തിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. വീട്ടിൽ നീ ബർക്കത്ത് നൽകണേ തമ്പുരാനെ. റിസ്ക്കിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. നീ ബർക്കത്ത് നൽകണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ചൊല്ലിയ ഈ 100 വട്ടം റജബിൽ ചൊല്ലേണ്ട ദിക്ർ, റജബ് അവസാനത്തെ 10 ചൊല്ലേണ്ട ദിക്ർ അവസാനത്തെ ഇൻഷാ അല്ലാഹ് റജബാക്കി ഞങ്ങളെ ഈ റജബ് മാസത്തിനെ മാറ്റല്ലേ അല്ലാഹ്. മാറ്റല്ലേ തമ്പുരാനെ. ഇനിയും റജബ് മാസത്തിൽ പങ്കുചേരാനും ദിക്റുകൾ ചൊല്ലാനും ദുആ ചെയ്യണം അല്ലാഹു ഞങ്ങൾക്ക്. അല്ലാഹുവേ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹുവേ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. ആരോഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. നൽകണേ തമ്പുരാനെ. റജബിൽ ദിക്റുകൾ ചൊല്ലി അമാലുകൾ ചെയ്ത് റജബിനെ ധന്യമാക്കാനും ശഅബാനിലേക്ക് ഞങ്ങൾ അല്ലാഹുവേ എത്തിക്കാനും വിശുദ്ധമാക്കപ്പെട്ട റമളാനിൽ എത്തുവാനും അല്ലാഹുവേ അമാലുകൾ ചെയ്യാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ധാരാളം തെറ്റുകൾ ചെയ്തവരാണ്. എന്നും മജ്ലിസിൽ നമ്മൾ ഇസ്തിഗ്ഫാറുകൾ ചൊല്ലാറുണ്ട്. അല്ലാഹുവേ അതിൻ്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളെ പാപങ്ങളെ നീ പുറത്തു തരണേ തമ്പുരാനെ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകൾ ചെയ്തവരാണ് തമ്പുരാനെ. അറിയാതെ ചെയ്തു പോയതാണ് അല്ലാഹ് ആ തെറ്റ് എന്ന് പറഞ്ഞ് ഖേദിച്ചു മടങ്ങണം തമ്പുരാനെ. നമ്മൾ ഓരോരുത്തർ നിങ്ങൾ ഖേദിച്ചു മടങ്ങണം. എൻ്റെ മുത്തുഭൂമി നിങ്ങളെ അറിയാതെ ചെയ്തു പോയതാണ് തമ്പുരാനെ. അതിൻ്റെ കാരണത്താൽ ഞങ്ങളെ ജീവിതം നീ കുടുസാക്കല്ല അല്ലാഹ്. ഞങ്ങൾക്ക് നീ പരീക്ഷണങ്ങൾ നൽകല്ല തമ്പുരാനെ. കടം കൊണ്ടോ മറ്റുള്ള പ്രയാസം കൊണ്ടോ പൈശാചികമായ ഉപദ്രവങ്ങൾ കൊണ്ടോ അല്ലാഹുവേ ഞങ്ങളെ നീ പരീക്ഷിക്കല്ല തമ്പുരാനെ. നീ പരീക്ഷിക്കല്ല തമ്പുരാനെ. നീ പരീക്ഷിക്കല്ല തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒരു 33 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം
അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഇൻഷാ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയ ഇസ്തിഗ്ഫാറിനെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങൾ ചൊല്ലിയ ഇസ്തിഗ്ഫാറിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അതിൻ്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങൾ ചെയ്ത പാപങ്ങൾ അല്ലാഹു നീ പുറത്തു തരണേ തമ്പുരാനെ. ഞങ്ങൾ അറിയാതെയും അറിഞ്ഞും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയവരാണ് അല്ലാഹ്. അല്ലാഹുവേ നീ പൊറുക്കണേ അല്ലാഹ്, നീ പൊറുക്കണേ തമ്പുരാനെ. അല്ലാഹ് നീ പൊറുക്കണേ തമ്പുരാനെ. നിന്നോടല്ലാതെ വേറെ മറ്റൊരാളോട് ഞങ്ങൾക്ക് ചോദിക്കാനില്ല തമ്പുരാനെ. നീ പൊറുക്കണേ അല്ലാഹ്, നീ പൊറുക്കണേ തമ്പുരാനെ. പൊറുത്ത് മാഫാക്കണേ അല്ലാഹ്, മാഫാക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് നമ്മളെപ്പോഴും പറയാറുള്ളതാണ്, സ്വർഗത്തിൻ്റെ 2 താക്കോലുകളാണ്. 2 താക്കോലാണ് സ്വർഗത്തിനുള്ളത്. ഒന്ന് നിസ്കാരമാണ്, ഒന്ന് സ്വലാത്താണ്, ഒന്ന് ദിക്റാണ്. ഇൻഷാ അല്ലാഹ് ദിക്ർ ഏത് ദിക്റാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയ ദിക്റിൻ്റെ ഹക്ക് ജാ ബർക്കത്തുകൊണ്ട് അല്ലാഹുവേ ഞങ്ങളെ സകലമാന ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കി തരണേ അല്ലാഹ്, നീ ഹാസിലാക്കി തരണേ തമ്പുരാനെ. അതിൻ്റെ ഹക്ക് ജാ ബർക്കത്തുകൊണ്ട് അല്ലാഹുവേ ഞങ്ങളെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് അവകാശമില്ല തമ്പുരാനെ, നിൻ്റെ ഔദാര്യം കൊണ്ട് നൽകണേ അല്ലാഹ്, നൽകണേ തമ്പുരാനെ. ഞങ്ങൾ ഇങ്ങനെയുള്ള ധാരാളം മജ്ലിസുകളിൽ പങ്കെടുക്കുന്നവരാണ് അല്ലാഹ്. ഈ മജ്ലിസിൽ എന്നും ഞങ്ങൾ സ്ഥിരമായി
സ്ഥിരമായി പങ്കെടുക്കുന്നവരാണ് അല്ലാ. ഞങ്ങൾക്ക് നീ സ്വർഗം നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നീ സ്വർഗം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ സ്വർഗം നൽകണേ തമ്പുരാനെ, സ്വർഗം നൽകണേ അല്ലാ. ഇനി ഇൻഷാ അല്ലാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ഷരീഫിലേക്ക് ഒരു 11 സ്വലാത്ത് ഇൻഷാ അല്ലാഹ് വിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ മാസമാണ്. ശഅബാൻ മാസമാണ് നമ്മളിലേക്ക് വരാനിരിക്കുന്നത്. ശഅബാൻ മാസത്തെ പറ്റി ഹബീബായ തങ്ങൾ പറഞ്ഞത് ശഅബാൻ ഷഹരി, ശഅബാൻ എൻ്റെ മാസമാണെന്നാണ്. ആ ശഅബാനിന് ഇൻഷാ അല്ലാഹ് നമുക്ക് വരവേൽക്കണം, സ്വലാത്തുകൾ കൊണ്ട് വരവേൽക്കണം ഇൻഷാ അല്ലാഹ്. ഒരു 11 സ്വലാത്ത് മഹാന്മാർ ചൊല്ലിയതാണ്, നമ്മോട് ചൊല്ലാൻ കൽപ്പിച്ചതുമാണ്. വിശുദ്ധമാക്കപ്പെട്ട ഈ 11 സ്വലാത്ത് ഇൻഷാ അല്ലാഹ് ഹബീബായ തങ്ങളെ റൗള ഷരീഫിലേക്ക് നമുക്ക് എത്തിക്കണം. ഹബീബായ തങ്ങളെ റൗള ഷരീഫിലേക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് എത്തിക്കണം. ഹബീബായ തങ്ങളെ റൗള ഷരീഫ് നമ്മളൊക്കെ പോയവരാണ്. അല്ലാഹുവേ പോകാത്തവർക്ക് അവിടമിൽ ചെന്ന് ഹബീബായ തങ്ങളെ റൗള ഷരീഫിൽ ചെന്ന് അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ് എന്ന് പൊട്ടിക്കരഞ്ഞ് സലാം പറയണം. പൊട്ടിക്കരഞ്ഞ് സലാം പറയണം. പോകാത്തവർ, അവിടെ എത്താത്തവർ ഇൻഷാ അല്ലാഹ് സ്വലാത്ത് ചൊല്ലിക്കോളി. ഈ മജ്ലിസിൽ നിന്ന് ഇൻഷാ അല്ലാഹ് നേർച്ച ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് സ്വലാത്ത് ചൊല്ലിക്കോളി. നിങ്ങൾക്ക് അവിടെ എത്താൻ കഴിയും, അവിടെ എത്താൻ കഴിയും ഇൻഷാ അല്ലാഹ്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിൽ നിന്ന് ഇൻഷാ അല്ലാഹ് സ്വലാത്തിൽ പങ്കെടുത്തോളി. ഇൻഷാ അല്ലാഹ് അവിടെ എത്താൻ നിങ്ങൾക്ക് കഴിയും. അല്ലാഹുവോട് എത്തിക്കട്ടെ, അല്ലാഹുവോട് എത്തിക്കട്ടെ, അല്ലാഹുവോട് എത്തിക്കട്ടെ ഇൻഷാ അല്ലാഹ്. സ്വലാത്ത് ചൊല്ല ഇൻഷാ അല്ലാഹ്. നമ്മൾ സ്വലാത്ത് ചൊല്ലുന്ന സമയത്ത് ഹബീബായ തങ്ങളെ റൗള ഷരീഫ് കണ്ടവർ ആ ഭാഗങ്ങളൊക്കെ മനസ്സിൽ ഇങ്ങനെ കണ്ണടച്ചിട്ട് ഇൻഷാ അല്ലാഹ് ആ ഭാഗങ്ങളൊക്കെ പോയപ്പോൾ കണ്ട ആ ഭാഗങ്ങൾ റൗള ഷരീഫിൻ്റെ ആ ഭാഗങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് മനസ്സിലിങ്ങനെ കരുതിയിട്ട് ഇൻഷാ അല്ലാഹ് ഓരോ സലാത്ത് ഇൻഷാ അല്ലാഹ് എൻ്റെ കൂടെ ചൊല്ലുക ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ, അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ, അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. ഇൻഷാ അല്ലാഹ് നമ്മൾ ചൊല്ലിയ സ്വലാത്തിനെ ഹബീബായ തങ്ങളെ റൗള ഷരീഫിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്, നീ എത്തിക്കണേ തമ്പുരാനെ. അതിൻ്റെ ഹക്ക് ജാബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ സകലമായ ഉദ്ദേശങ്ങളും അല്ലാഹുവേ നീ ഹാസിലാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ സകലമായ ഉദ്ദേശങ്ങളും അല്ലാഹുവേ നീ ഹാസിലാക്കി തരണേ അല്ലാഹ്, നീ ഹാസിലാക്കി തരണേ തമ്പുരാനെ. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ധാരാളം ആളുകൾക്ക് സകലമായ മുറാദുകൾ മനസ്സിൽ കരുതിയിട്ടാണ് അല്ലാഹുവേ ഈ മജ്ലിസ് കാണുന്നത്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹു ഞങ്ങളെ മജ്ലിസിനെ അല്ലാഹ് നീ സ്വീകരിക്കണേ, അല്ലാഹ് നീ സ്വീകരിക്കണേ ഞങ്ങളെ മജ്ലിസിനെ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ചൊല്ലിയ സ്വലാത്തിന് ആരംഭപ്പൂവായി അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റൗള ഷരീഫിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ അവിടെ കാണാത്തവർക്ക് അല്ലാഹുവേ കാണാനുള്ള ഭാഗ്യം നീ കൊടുക്കണേ അല്ലാഹ്. ആരംഭപ്പൂവായി അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചാരത്ത് ചെന്ന് റൗള ഷരീഫിൽ ചെന്ന് അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ് എന്ന് പൊട്ടിക്കരഞ്ഞ് സലാം ചൊല്ലാൻ
അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ, ഭാഗ്യം നൽകണേ തമ്പുരാനെ. പോയവർക്ക് ഇനിയും പോവാൻ അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ഫാത്തിഹ ഓതി ഇഖ്ലാസ് ഓതി മുഅവ്വിദത്തൈനുകൾ ഓതി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹുവേ ഞങ്ങളുടെ ദുആനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളുടെ ദുആനെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഇൻഷാ അല്ലാഹ് ഓത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വന്നാസ്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ദുആ ചെയ്യാൻ പോവുകയാണ്. ധാരാളം ആളുകൾ സകലമാന ഉദ്ദേശങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. കമൻറ്റ് ബോക്സിലായിട്ടും കഴിഞ്ഞ മജ്ലിസിൻ്റെ കമൻറ്റ് ബോക്സിലായിട്ടും വാട്സപ്പിലായിട്ടും ഫോൺ വിളിച്ചും അറിയിക്കുന്നവർ, കൺസൾട്ടിങ്ങിന് വരുന്ന ചികിത്സക്ക് തേടി വരുന്ന ആളുകൾ, ധാരാളം മുറാദുകൾ പറയുന്ന ആളുകളുണ്ട്. സകലമാന ഉദ്ദേശങ്ങൾ അല്ലാഹുവേ നീ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ. ധാരാളം ഇതര മതസ്ഥർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു അവർക്ക് നീ ഹിദായത്ത് കൊടുക്കണേ അല്ലാഹ്, ഹിദായത്ത് കൊടുക്കണേ തമ്പുരാനെ. അവരെ കാര്യങ്ങളിൽ അല്ലാഹുവേ നീ രക്ഷ കൊടുക്കണേ അല്ലാഹ്, നീ രക്ഷ കൊടുക്കണേ തമ്പുരാനെ. അങ്ങനെ ധാരാളം സ്ഥലങ്ങളിൽ നിന്ന്, ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന്, ദ്വീപ് നിവാസികൾ, കേരളത്തിനകത്തും പുറത്തുമുള്ളവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. ഞങ്ങൾ മജ്ലിസിനെ സഹായിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ നീ സഹായിക്കണേ അല്ലാഹ്, അവനെ നീ സഹായിക്കണേ തമ്പുരാനെ. അല്ലാഹു ഇത് നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ധാരാളം എൻ്റെ ഉമ്മമാരുണ്ട്, വിളിച്ചറിയിക്കുന്നവരുണ്ട്. തങ്ങളെ മജ്ലിസ് കണ്ട് അമൽ ചെയ്ത് ഞങ്ങൾ ദിക്റുകൾ ചൊല്ലാറുണ്ട്, അമലുകൾ സ്വീകരിക്കാറുണ്ട്, റാഹത്താണെന്ന് വിളിച്ചറിയിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു അവർക്ക് നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്, അവരെ കാര്യങ്ങളെല്ലാം ഒരു സലാമത്ത് കൊടുക്കണേ തമ്പുരാനെ, സലാമത്ത് കൊടുക്കണേ തമ്പുരാനെ. ധാരാളം ആളുകൾ പല ജാതി പ്രയാസങ്ങൾ, മക്കൾ സ്വാലിഹീങ്ങളാവാൻ വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. ഭർത്താവിൻ്റെ അസുഖങ്ങൾ മാറാൻ, ഭർത്താവിൻ്റെ ജോലി റെഡിയാവാൻ, ഭർത്താവിൻ്റെ ദുശീലങ്ങൾ മാറിക്കിട്ടാൻ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. മക്കളെ ജോലിയിൽ പ്രയാസങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. തങ്ങളെ മകൻ ഗൾഫിൽ പോയിട്ട് വിസിറ്റിങ്ങിന് പോയതാണ്, റൂമിലാണ്, ഒരു ജോലിയും റെഡി ആയിട്ടില്ല, തങ്ങൾ മജ്ലിസിൽ ദുആ ചെയ്യണം, അതിന് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ച ആളുകളുണ്ട്. കല്യാണം റെഡി ആയിട്ടില്ല, മകൻ്റെ കല്യാണം റെഡി ആയിട്ടില്ല, മകളുടെ കല്യാണം റെഡി ആയിട്ടില്ല, തങ്ങൾ മജ്ലിസിൽ ദുആ ചെയ്യണം, ആത്മാർത്ഥമായി ദുആ ചെയ്യണം എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അല്ലാഹുവേ ഒരു ലാഹിക്കായ ഇണകൾ അല്ലാഹു അവർക്ക് നീ അടുപ്പിക്കണേ അല്ലാഹ്, നീ അടുപ്പിക്കണേ തമ്പുരാനെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ ഇന്ന് പറഞ്ഞ അമല് പോലെ ധാരാളം ശരീര
ശരീരം മൊത്തം വേദന കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ നീ ശിഫാ കൊടുക്കണേ തമ്പുരാനെ, പരിപൂർണ ശിഫാ ഈ മജ്ലിസിന്റെ ഹക്ക് ജാ ബർക്കത്തുകൊണ്ട് കൊടുക്കണേ തമ്പുരാനെ, നീ കൊടുത്തനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹു ഞങ്ങളെയും അവരെയും നീ സംരക്ഷിക്കണേ അല്ലാ, നീ സംരക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങളെ മജ്ലിസിനെ നീ അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് ഉയർത്തണേ അല്ലാ, ഉയർത്തണേ തമ്പുരാനെ, ഉയർത്തണേ തമ്പുരാൻ. അല്ലാഹു ഞങ്ങളെ മജ്ലിസിന്റെ ഒരു കെട്ടിടത്തിന്റെ പണി അല്ലാഹു എത്രയും പെട്ടെന്ന് നീ പൂർത്തീകരിക്കണേ അല്ലാ, അതിനുള്ള മാർഗം അല്ലാഹു നീ എളുപ്പമാക്കണേ അല്ലാ, എളുപ്പമാക്കണേ തമ്പുരാൻ. അതിലേക്ക് സഹായിച്ച ആളുകൾ, സഹകരിച്ച ആളുകളുണ്ട്, അല്ലാഹുവേ നീ അവരെ സഹായിക്കണേ അല്ലാ, സഹായിക്കണേ തമ്പുരാനെ. വലിയ മജ്ലിസ് ഒന്നുമല്ല, ചെറിയ റൂമാണ് ഇൻഷാ അല്ലാ, നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ചെറിയ റൂമാണ് ഇൻഷാ അല്ലാ. അതിലേക്ക് സഹായിച്ച ആളുകൾ, സഹകരിച്ച ആളുകളുണ്ട്, അല്ലാഹുവേ നീ അവരെ സഹായിക്കണേ അല്ലാ. അല്ലാഹു അവരുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ല തമ്പുരാനെ, ബലാലുകൾ കൊടുക്കല്ല തമ്പുരാനെ, മുസീബത്തുകൾ കൊടുക്കല്ല തമ്പുരാനെ, കടങ്ങൾ കൊടുക്കല്ല തമ്പുരാനെ, ഒരു ഇടങ്ങേറുകളും അല്ലാഹു അവർക്ക് നീ കൊടുക്കല്ല തമ്പുരാനെ. ഗൾഫ് നിവാസികൾ സഹായിക്കുന്നു ഏറ്റവരുണ്ട് തമ്പുരാനെ, അല്ലാഹു അവരെ നീ സഹായിക്കണേ അല്ലാ. അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ല തമ്പുരാനെ, ഇടങ്ങേറുകൾ കൊടുക്കല്ല തമ്പുരാനെ, മുസീബത്തുകൾ കൊടുക്കല്ല തമ്പുരാനെ. ദീനിന്റെ കാര്യം പറയുമ്പോൾ ആവേശത്തോടെ സഹായിക്കാൻ വരുന്ന ആളുകളുണ്ട്, അല്ലാഹുവേ അല്ലാഹുവേ അവരെ നിലനിർത്തണേ അല്ലാ. അവരുള്ളത് കൊണ്ടാണ് ഈ ദീൻ നിലനിന്നു പോകുന്നത്, അവരെ സഹായിച്ചിട്ടാണ് ഇവിടെ മദ്രസകൾ ഉണ്ടായത്, ദീനി സ്ഥാപനങ്ങൾ ഉണ്ടായത്, എല്ലാം ഉണ്ടായത് തമ്പുരാനെ. അല്ലാഹുവേ അവർക്ക് നീ അല്ലാഹുവേ സമ്പത്തിൽ അഭിവൃദ്ധി കൊടുക്കണേ തമ്പുരാനെ, ബർക്കത്ത് കൊടുക്കണേ തമ്പുരാനെ, ബർക്കത്ത് ഏറ്റി കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളെയും ഞങ്ങളെ സ്ഥാപനത്തെയും സഹായിക്കുന്ന ആളുകൾ അല്ലാഹുവേ നീ അവരെ സഹായിക്കണേ അല്ലാ, നീ അവരെ സംരക്ഷിക്കണേ തമ്പുരാനെ. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാൻ ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടി ആമീൻ പറയാം. അല്ലാഹു നമ്മുടെ ദുആനെ അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മൾ ആമീൻ പറയുന്ന നമ്മൾ മോശക്കാരാണെങ്കിലും, നമ്മൾ ദുആ ചെയ്യുന്ന ആമീൻ പറയുന്ന നമ്മൾ മോശക്കാരാണെങ്കിലും ധാരാളം ആളുകളുണ്ട്, ധാരാളം ആളുകൾ സ്വാലിഹീങ്ങളായ ആബിദീങ്ങളായ ആളുകൾ ഇതിൽ ആമീൻ പറയുന്ന ആളുകളുണ്ട്. അവരുടെ ദുആ അല്ലാഹു സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇരുത്തം മുതലായി ദുആ മുതലായി എല്ലാം മുതലായി അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا الله يا رحمن يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا معين يا الله يا عزيز يا الله يا جبار يا الله يا رافع يا الله يا مذل يا الله يا سميع يا الله يا ذا الجلال والإكرام يا ذا الجلال والإكرام يا ذا الجلال والإكرام. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. يا ودود يا ودود يا ودود يا الله أرحم الراحمين يا രാജാതിരാജനായ يا ملك الجبار يا مالك الملوك يا الله. ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ തമ്പുരാനെ. നിന്റെ അമ്പിയാക്കള്, ഔലിയാക്കള്, ആബിദീങ്ങള്, സലഫ് സ്വാലിഹീങ്ങള്, മുസന്നിഫീങ്ങള്, മുഫസ്സിരീങ്ങള്, മൺമറഞ്ഞു പോയ അല്ലാഹുവേ എൻ്റെ ഔലിയാക്കള്, ഇവരുടെയൊക്കെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ തമ്പുരാനെ. നീ ഹൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്, നീ ഹൈബാക്കി തട്ടിക്കളയല്ലേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങൾ ചെയ്ത അമാലുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. വിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിൽ ഞങ്ങൾ ചൊല്ലിയ ദിക്റിനെ, സ്വലാത്തിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ തമ്പുരാനെ. അതിൻ്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സകലമായ ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കി തരണേ
അല്ലാ, നീ ഹാസിനാക്കി തരണേ തമ്പുരാനെ. അല്ലാഹുവേ, കടങ്ങളുള്ളവർ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട് തമ്പുരാനെ. കടങ്ങൾ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാ, എളുപ്പമാക്കണേ തമ്പുരാനെ. സമ്പത്തിന്റെ ഉറവിടത്തിൽ അല്ലാ നീ വിശാലത നൽകണേ അല്ലാ, നീ വിശാലത നൽകണേ തമ്പുരാനെ. ധാരാളം ആളുകൾ ദുആ വസിയ്യത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ, അവരുടെ സകലമായ ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കണേ അല്ലാ, നീ ഹാസിലാക്കണേ തമ്പുരാനെ. ഭർത്താവിന്റെ കാര്യത്തിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട് തമ്പുരാനെ. അല്ലാഹുവേ, ഭർത്താക്കന്മാരുടെ കാര്യങ്ങൾ അല്ലാഹുവേ നീ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ. ഭർത്താവിന്റെ ജോലിയിൽ ഖൈർ ലഭിക്കാൻ തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. അല്ലാഹുവേ, ഖൈറായ ജോലി കൊടുക്കണേ അല്ലാ. ഭർത്താവിന്റെ ദുശീലങ്ങൾ മാറിക്കിട്ടാൻ തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. അല്ലാഹുവേ, എല്ലാ ദുശീലങ്ങളിൽ തൊട്ടും അല്ലാഹുവേ നീ മാറ്റി കൊടുക്കണേ അല്ലാ, നീ മാറ്റി കൊടുക്കണേ തമ്പുരാനെ. മക്കളുടെ കാര്യങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ, അല്ലാഹുവേ, മക്കളെ നീ സ്വലീഹീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ, സ്വലീഹീങ്ങളാക്കണേ അല്ലാ. റൗഡികളും തമ്മാടികളും ആക്കല്ല തമ്പുരാനെ. മക്കളുടെ ജോലി പ്രയാസങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അല്ലാ, നീ ഖൈറായ ജോലി കൊടുക്കണേ അല്ലാ, ഖൈറായ ജോലി കൊടുക്കണേ തമ്പുരാനെ. വീടില്ല തങ്ങളെ, മഴക്കാലത്ത് ചോർന്നൊലിക്കുന്ന അവസ്ഥയാണ്. അല്ലാഹുവേ, ഖൈറായ ഒരു ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. പെരപ്പണി പൂർത്തിയായി തങ്ങളെ, കീശയും മേശയും കാലിയാണെന്ന് പറഞ്ഞ ആളുകളുണ്ട്. അല്ലാഹുവേ, നിന്റെ ഖജനാവ് വിശാലമാണല്ലോ തമ്പുരാനെ. അല്ലാഹു, അവർക്ക് നീ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ, കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ തമ്പുരാനെ, ധാരാളം ആളുകൾ കല്യാണക്കാര്യം പറഞ്ഞ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. മകന്റെ കല്യാണക്കാര്യത്തിൽ തങ്ങളെ ദുആ ചെയ്യണം, മകളുടെ കല്യാണക്കാര്യത്തിൽ തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, ഖൈറായ ഇണകളെ ഒരുമിപ്പിക്കണേ അല്ലാ, ഒരുമിപ്പിക്കണേ തമ്പുരാനെ. ഖൈറായ ഇണകളെ ഒരുമിപ്പിച്ച് അല്ലാഹുവേ നല്ല റാഹത്തായ ഒരു കുടുംബ ജീവിതം അവർക്ക് അല്ലാഹുവേ കൊടുത്തനുഗ്രഹിക്കണേ അല്ലാ, കൊടുത്തനുഗ്രഹിക്കണേ തമ്പുരാനെ. ധാരാളം ആളുകൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അല്ലാ, രോഗങ്ങളെ തൊട്ട് അല്ലാഹുവേ നീ ശിഫാ കൊടുക്കണേ അല്ലാ, ശിഫാ കൊടുക്കണേ തമ്പുരാനെ. ഊരവേദനയാണ് തങ്ങളെ മജ്ലിസിൽ ദുആ എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അല്ലാഹുവേ, മാറാത്ത ഊരവേദന കൊടുത്ത് പ്രയാസപ്പെടുത്തല്ലേ അല്ലാ. കാലുവേദനയാണ് തങ്ങളെ ദുആ എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അല്ലാഹുവേ, മാറാത്ത കാലുവേദന കൊടുത്ത് പ്രയാസപ്പെടുത്തല്ലോ അല്ലാ. അതിൽ നിന്നൊരു സലാമത്ത് അവർക്ക് നീ കൊടുക്കണേ തമ്പുരാനെ. ഇബാദത്തിന് പോലും തടസ്സമുള്ള രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാ, ഞങ്ങളെ മാറ്റല്ലേ തമ്പുരാനെ. കിഡ്നി സംബന്ധമായ അസുഖങ്ങളുള്ളവരുണ്ട്, ലിവർ സംബന്ധമായ അസുഖങ്ങളുള്ളവരുണ്ട്, ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ളവരുണ്ട്. അല്ലാഹുവേ, നീ ശിഫാ കൊടുക്കണേ അല്ലാ, ഉള്ളവർക്ക് നീ ശിഫാ കൊടുക്കണേ തമ്പുരാനെ. അത്തരം അസുഖങ്ങളല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ, ഞങ്ങൾക്ക് നൽകല്ല തമ്പുരാനെ. തലവേദനയിൽ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് തമ്പുരാനെ, മാറാത്ത തലവേദന കൊടുത്ത് പ്രയാസപ്പെടുത്തല്ല തമ്പുരാനെ. മൈഗ്രെയിൻ പോലുള്ള തലവേദന കൊടുത്തല്ലോ ഞങ്ങളെ ബുദ്ധിമുട്ടിലാക്കല്ല തമ്പുരാനെ. ഉള്ളവർക്ക് നീ ശിഫാ കൊടുക്കണേ അല്ലാ, ശിഫാ കൊടുക്കണേ തമ്പുരാനെ. മാരകമായ അസുഖങ്ങൾ, ക്യാൻസർ, ട്യൂമർ പോലുള്ള മാരകമായ അസുഖങ്ങൾ, അറ്റാക്ക് പോലുള്ള മാരകമായ അസുഖങ്ങളല്ല ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, ഞങ്ങൾക്ക് നീ നൽകല്ലേ തമ്പുരാനെ. അല്ലാഹുവേ, ക്യാൻസറിൻ്റെ അണു ഞങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ, ട്യൂമറിൻ്റെ അണു ഞങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയ ദിക്റിൻ്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട്, അല്ലാഹുവേ, സ്വലാത്തിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട്, ഫാത്തിഹയുടെ ഹക്ക് ബർക്കത്ത് കൊണ്ട്, ഇഖ്ലാസിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട്, മുഅവ്വിദത്തൈനിയുടെ ഹക്ക് ബർക്കത്ത് കൊണ്ട്, അല്ലാഹ് ഈ മാസത്തിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട്, ഈ ദിവസത്തിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, നീ കരിയിച്ച് കളയണേ അല്ലാ, നീ കരിയിച്ച് കളയണേ തമ്പുരാനെ. ഉള്ളവർക്ക് അല്ലാഹുവേ നീ ശിഫാ കൊടുക്കണേ അല്ലാ, ശിഫാ കൊടുക്കണേ തമ്പുരാനെ. ശരീരം വെട്ടിക്കീറുന്ന അസുഖങ്ങളല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, ഞങ്ങൾക്ക് നൽകല്ല തമ്പുരാനെ. ഞങ്ങൾ നയിച്ചത് മുഴുവൻ ഹോസ്പിറ്റലിൽ പോയി കെട്ടിവെക്കുന്ന അസുഖങ്ങളല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ, ഞങ്ങൾക്ക് നീ നൽകല്ല തമ്പുരാനെ. മൂത്രത്തിന് പൈപ്പിട്ട് കൊണ്ട്, കാഷ്ടത്തിന് പൈപ്പിട്ട്, ഭക്ഷണത്തിന് പൈപ്പിട്ട് ഒരു മൂലക്ക് ആവുന്ന, ഒരു മൂലയിലാവുന്ന ഒരു അത്തരം രോഗം അല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ, ഞങ്ങൾക്ക് നീ നൽകല്ല തമ്പുരാനെ. ഈ ഉമ്മയൊന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു, ഈ
ഇപ്പോഴൊന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു മക്കൾ പറയുന്ന അവസ്ഥയിൽ, അത്തരം അവസ്ഥയിൽ ഞങ്ങളെ കെടുത്തല്ല അല്ലാ, ഞങ്ങളെ കെടുത്തല്ല തമ്പുരാനെ. അല്ലാഹുവേ ഈ മജ്ലിസ് സ്ഥിരമായി കാണുന്നവരാണ് തമ്പുരാനെ, ഞങ്ങളെ കെടുത്തല്ല അല്ലാ, ഞങ്ങളെ കെടുത്തല്ല തമ്പുരാനെ. അത്തരം അസുഖങ്ങൾ തന്ന് അത്തരം അവസ്ഥയിലായി ഞങ്ങളെ കെടുത്തല്ല തമ്പുരാനെ. മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാ, പരിപൂർണമാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ നെറ്റിത്തടം വിയർത്ത് പുഞ്ചിരി തൂകി മരിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹ് ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ, ഞങ്ങൾ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹ് ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് തമ്പുരാനെ. ആക്സിഡന്റ് അപകട മരണങ്ങൾ അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ, ഞങ്ങൾക്ക് നീ നൽകല്ല തമ്പുരാനെ. നടു റോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ല അല്ലാ, ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ല തമ്പുരാനെ. ധാരാളം പ്രവാസികൾ ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങളെ സഹായിക്കുന്നവർ, സഹകരിക്കുന്നവരുണ്ട് തമ്പുരാനെ. അല്ലാഹു അവരെ കൊയക്കല്ല അല്ലാ, അവർക്ക് നീ ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ല തമ്പുരാനെ, അവർക്ക് നീ ബലാഹുകൾ കൊടുക്കല്ല തമ്പുരാനെ, അവർക്ക് നീ ഇടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാ, അവർക്ക് നീ മുസീബത്തുകൾ കൊടുക്കല്ല തമ്പുരാനെ. അല്ലാഹുവേ പ്രവാസ ജീവിതം അല്ലാ പ്രയാസകരമാക്കല്ല അല്ലാ, പ്രയാസകരമാക്കല്ല തമ്പുരാനെ. അവിടുന്ന് മരണപ്പെട്ട് പെട്ടിയിലാക്കി ജനാസ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരവസ്ഥ ഒരു പ്രവാസിക്കും കൊടുക്കല്ല അല്ലാ, ഒരു പ്രവാസിക്കും കൊടുക്കല്ല തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്നവരല്ലാ നീ സ്നേഹിക്കണേ അല്ലാ, സംരക്ഷിക്കണേ തമ്പുരാനെ, നീ സംരക്ഷിക്കണേ തമ്പുരാനെ. ദീനിന്റെ കാര്യം പറയുമ്പോൾ ആവേശത്തോടെ വരുന്ന ആളുകളുണ്ട് തമ്പുരാനെ. അല്ലാഹു അവരെ നീ കൊയക്കല്ല അല്ലാ, അവർക്ക് നീ കടങ്ങൾ കൊടുക്കല്ല തമ്പുരാനെ, അവർക്ക് നീ ഇടങ്ങേറുകൾ കൊടുക്കല്ല തമ്പുരാനെ. കടമുള്ളവർക്ക് വീട്ടാനുള്ള മാർഗം അല്ലാ നീ എളുപ്പമാക്കണേ അല്ലാ, എളുപ്പമാക്കണേ തമ്പുരാനെ. ധാരാളം ആളുകൾ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയി തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങൾ ഇതുപോലാവാൻ വേണ്ടി മെഴുകുതിരി ഒരുക്കി തീർന്നത് പോലെ ഒരുക്കി തീർന്ന പൊന്നാര പൊന്നുപ്പ ഇന്ന് ഖബറിലാണ് അല്ലാ. ഉപ്പാന്റെ ഖബർ ജീവിതം അല്ലാഹുവേ നീ റാഹത്തിലാക്കണേ അല്ലാ. ഖബർ കണ്ണെത്താ ദൂരത്തോടെ നീ വിശാലത നൽകണേ തമ്പുരാനെ. ഖബറിലേക്ക് സ്വർഗത്തിൽ നിന്നൊരു ഫിറാശ് നീ വിരിപ്പിക്കണേ അല്ലാ, പൊന്നുപ്പാന്റെ ഖബറിലേക്ക് നീ വിരിപ്പിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ മാറോടണച്ച് അമ്മിഞ്ഞ പാല് തന്ന് പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണ് തമ്പുരാനെ. ഉമ്മാന്റെ ഖബർ ജീവിതം അല്ലാഹുവേ നീ റാഹത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ ഖബറിലേക്ക് ഒരു സ്വർഗത്തിൽ നിന്നൊരു ഫിറാശ് നീ വിരിപ്പിക്കണേ അല്ലാ. ഖബർ കണ്ണെത്താ ദൂരത്തോളം നീ വിശാലത നൽകണേ തമ്പുരാനെ, വിശാല നൽകണേ തമ്പുരാനെ. ഖബർ നീ പ്രകാശിപ്പിക്കണേ അല്ലാ, നീ പ്രകാശിപ്പിക്കണേ തമ്പുരാനെ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും മരണപ്പെടും തമ്പുരാനെ. ഉണക്കക്കട്ടിലിൽ ഞങ്ങളെ മലർത്തി അങ്ങ് കെടുത്തും. ഈ താടി തലയിലേക്ക് കെട്ടപ്പെടും, മൂക്കിൽ പഞ്ഞി തിരികപ്പെടും. ആ സമയത്ത് അല്ലാഹുവേ മുഖത്തീമാനിന്റെ പ്രഭ നൽകണേ അല്ലാ, മുഖത്തീമാനിന്റെ പ്രഭ നൽകണേ തമ്പുരാനെ. ഞങ്ങളെ ജനാസ വയ്യോരങ്ങളിലൂടെ ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസയപ്പെടുത്തണേ അല്ലാ, ഞങ്ങളെ ജനാസയപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ ഊരക്ക് മുണ്ടിട്ട് ഖബറിലേക്ക് ഞങ്ങളെ ഇറക്കി വെക്കും. ഞങ്ങളെ കവിള് മണ്ണിനോട് ചേർക്കപ്പെടും. അല്ലാഹുവേ ആ സമയത്ത് ഖബറിൽ രക്ഷ നൽകണേ അല്ലാ, രക്ഷ നൽകണേ തമ്പുരാനെ. ഞങ്ങൾ ചെയ്ത അമാലുകളെ കൂട്ടാളിയാക്കണേ അല്ലാ, അമാലുകളെ കൂട്ടാളിയാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ മലാക്കന്മാരുടെ സഹായമുള്ള ഖബറാളികളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ, ഞങ്ങളെ പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ നിന്റെ മുശാഹദയിലായി ഞങ്ങളെ ജീവിപ്പിച്ച് നിന്റെ മുശാഹദയിലായി ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാ, ഞങ്ങളെ മരിപ്പിക്കണേ തമ്പുരാനെ. ഉപ്പൂപ്പ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലിഖായിലും ആരംഭപ്പുവായി അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൃക്കല്യാണം രണ്ട് കണ്ണുകൊണ്ട് കാണാൻ ഏറ്റമേറ്റം ഹുദവി നൽകണേ അല്ലാ, ഹുദവി നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളെയും ഞങ്ങളെ മജ്ലിസിനെയും സ്നേഹിക്കുന്നവരെ, സഹായിക്കുന്നവരെ, സഹകരിക്കുന്നവരെ അല്ലാഹുവേ നീ സംരക്ഷിക്കണേ അല്ലാ, നീ സംരക്ഷിക്കണേ തമ്പുരാനെ, നീ സംരക്ഷിക്കണേ തമ്പുരാനെ. ബിസ്മില്ലാഹിൽ അമാനുൽ അമാൻ മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരി ശൈത്താൻ വമിൻ
ظلم السلطان اللهم بارك لنا رجب وشعبان وبلغنا شهر رمضان وفقنا في حج الصيام والقيام وتلاوة القرآن ولسائر الأعمال والخيرات يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على الحمد لله. السلام عليكم.